ഹലോ, നമ്മുടെ രണ്ടാമത്തെ ബ്ലോക്കാണത്. രണ്ടാമത്തെ ബ്ലോക്ക്, രണ്ടാമത്തെ ഗൂഗിളിൽ നീക്കിയിരുന്നു. ഹൈടെക് സാധനം ഇന്ന് ഞാൻ പൊളിക്കും. ജിമ്മി പോവാ പിന്നെ പോരും. ആദ്യത്തെ വീഡിയോ കേരള പോലീസിന്റെ ഇതിലൊക്കെ ഷെയർ ചെയ്ത് നേട്ട് ശരിക്കും വീഡിയോക്ക് സോഫാർ 156 വ്യൂസ് വീഡിയോ കണ്ടവരുണ്ട്. ഐ മീൻ കയറി നോക്കിയവരുണ്ട്. അതിൽ 156 ആൾക്കാർ കണ്ടിട്ടുണ്ട്. ആ 156 ഒരാളെങ്കിലും പുതിയതാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഓബിയസ്ലി എൻ്റെ ഫാമിലിക്ക് ആദ്യം കാണാം. പക്ഷെ എന്നാലും നിങ്ങളൊക്കെ ഇതിൽ ഏതെങ്കിലും ഒരാൾ പുതിയ ആളാണ് ആണെങ്കിൽ കമന്റ് ഇട്ടോ. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും 100 അടിക്കുമ്പോ ഞാൻ എന്തെങ്കിലുമൊക്കെ ഗിവ് അതുവരെ അത് പോവാൻ നിൽക്കുന്നറിയില്ല. ബട്ട് ഞാൻ മാക്സിമം ഇടും. പിന്നെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാ. ആരും എതിര് പറഞ്ഞില്ല. ആദ്യത്തേക്ക് ഇത്ര സപ്പോർട്ട് ഇടുന്നു. കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ്. പക്ഷെ എന്നാലും ഭയങ്കര മോശം കാലാവസ്ഥയാണ്. ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നല്ല സൂര്യനൊക്കെ പുറത്തൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഭയങ്കര തണുപ്പാണ് ഇവിടെ. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ അത്ര കണ്ടില്ല, എന്നാലും തണുപ്പാണ്. മുടി എപ്പോൾ രാവിലെ നീച്ചാലും ശരിയാവില്ല. ഞാൻ ഇതിൽ ബ്രൈറ്റ്നസ് കുറക്കേണ്ടി വന്ന്. ഇത് വല്ല ടിപ്പ് ഉണ്ടെങ്കിൽ അയാളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞത് കേട്ടോ. പാവം ഇന്ന് ശരിയല്ലോ. ആപ്പിൾ എടുത്തിട്ട് കഴിക്കണ്ട അത് വരണ്ടട്ടാ. നീ മാറ്റിക്കോ. നമുക്ക് ആപ്പിളോ അല്ലെങ്കിൽ പ്ലമ്മോ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കാം. ജിമ്മി പോണ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ പോകുന്നെങ്കിൽ ഇതിൽ കഴിച്ചിട്ട് പോകണം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അറിയാം. പ്ലം കഴിക്കാം, ആപ്പിൾ വേണ്ട. ചെങ്ങണ്ട പ്ലം കഴിച്ചു. ഇനി ജിമ്മി പോവാം. അന്നത്തെ പോലെ ജിമ്മി പോകാൻ സച്ചിൻ ചേട്ടനും ഇല്ല, അജിനും ഇല്ല. അല്ല ഞാൻ വീഡിയോയിൽ പറഞ്ഞതേ. അയ്യോ, നമ്മൾ രാവിലെ ഒക്കെ എണീച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. കുറച്ച് എത്ര ഗൂഗിൾ ബ്ലോഗ് കൊടുക്കും. ഹലോ, ആരാണാവോ ഇവിടെ ആരെ കടന്ന് നമുക്ക് ടാറ്റു കൊടുക്കാം ഗൈസ്. കൂടെ ബോയ് ഫ്രണ്ട് ഇല്ലെങ്കിൽ തന്നെ കിട്ടൂല. അതെ, എടുക്കുമ്പോ നോക്കിക്കോട്ടെ. ചിലപ്പോ ക്യാമറ എവിടേക്ക് നോക്കിയിരിക്കുന്നു. അതെ, അതിനോ നമ്മൾ പറയണത് മറ്റു പൊട്ടന്മാരെ പോലെ തോന്നും. കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങൾ അമലുവിന്റെ ഫോട്ടോ അല്ല തല കണ്ടില്ലല്ലോ. ഇതാണ് അമലു കേട്ടോ. തല കണ്ടില്ല എവിടെ? ഓർമ്മയില്ലടാ. നിന്റെ മുഖമൊക്കെ ഞാൻ ഓർത്ത് വയ്ക്കുന്നു. ഞാൻ പോലും ഓർത്ത് വയ്ക്കുന്നില്ല വീഡിയോയില്. വേറെ ആരുടെ ഓർക്കുക? ഇത് ഞാൻ എന്തായാലും കട്ട് ചെയ്തളെ. ഗൂഗിളിൽ വിചാരം ഓണം ബ്ലോഗർ നീ അജിനുക്കാക്ക ട്രെയിനിങ്ങിന് പോയിരിക്കുക. അതേ വിളിക്കുന്നു. ഹലോ,
ഞങ്ങളിത് പോവാൻ വണ്ടിയിലിരിക്കുക. പക്ഷെ ഇബിനുവിന് കുറച്ച് സാങ്കേതിക കാരണങ്ങളാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. എന്തായി ട്രെയിനിങ്? വണ്ടിയില് സാധനങ്ങൾ കയറ്റാൻ പഠിച്ചില്ലേ? അത് പറയാ അങ്ങോട്ട് അജിനു, ഇതൊക്കെ നമുക്ക് അറിയണ പരിപാടി തന്നെ. നിങ്ങളെങ്ങനെ പഠിപ്പിച്ചിരുന്നു? വേണ്ട, പൊട്ടന്മാരൊന്നല്ല. അനക്കല്ലേ കാശ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അയ്യോ, ഇത് ഒറ്റ സെക്കൻഡ്, ഇത് എന്റെ ഫേസ് തന്നെ എബിൾ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വ്ളോഗ് ക്വാളിറ്റി സാധനം. അതെ, ഓ ഞാൻ ഓസ്മോൾ എടുക്കണ്. അർജുനന്റെ ഓസ്മോ വാങ്ങിക്കൊണ്ട് ഇങ്ങനെ ഒരു ഗുണം ഉണ്ടായില്ല. അതെ, സ്മാർട്ട് ലേറ്റസ്റ്റ് ആയി വരുവേ, എന്നാലും വരില്ല ലേറ്റ് ആയി. എവിടെ നോട്ടെ, എവിടെ ഇബിനു? ഒരു സിബിനു മറ്റേ എന്താ ഇവിടുന്ന് പാട്ട് കൂട്ടാലേ ആരായിട്ട്? ഞാൻ ഭയങ്കര ക്യൂട്ട്. നീ ക്യൂട്ടാ നീ പറയുന്നല്ലേ? ഞാനപ്പോ പറഞ്ഞു നീ ആണെന്ന് പറഞ്ഞപ്പോ ഓ തന്നെ ഇരവന്റെ ഓടിക്കുന്നു പറഞ്ഞ സീനടിയും. ഇതല്ല ഇയ്യല്ലോ പറയണേ. നിങ്ങളാരും പറയണില്ലല്ലോ. പറയാൻ പറ്റുന്ന കാര്യമല്ലോ പറയാനുള്ളൂ. ഗൂഗിള് കള്ളം പറഞ്ഞ ഗൂഗിളില് കണ്ടു താഴുന്ന, അതുകൊണ്ടാ ഞാൻ പറയാതെ. ഡ്രൈവിംഗ് സ്കിൽസ് ഉണ്ടോ? എങ്ങനെ ഡ്രൈവിംഗ്? അമലിന് ഡ്രൈവിംഗ് സ്കിൽസ് വെച്ചാനേ ലൈസൻസ് കിട്ടി 3 മാസം. 1 മാസല്ലേ? 3 മാസം എന്ത്? ഇപ്പൊ 3 മാസായി. പക്ഷെ ഇപ്പൊ 3 മാസാ. ഒക്ടോബറിലെ എടുത്ത് ലൈസൻസ്. സെപ്റ്റംബറിലൊന്നും 3 മാസമായി. 3 മാസത്തിന് ശേഷം ഇനി വണ്ടി ഓടിക്കണ്ട പോലീസ്. അടിച്ച് കിട്ടി 3 പോയിന്റ്. UK നമുക്ക് 6 പോയിന്റ് വരും ലൈസൻസ് എടുക്കുമ്പോ. 6 പോയിന്റില് 3 പോയിന്റിന്റെ പോയി. കഴിവുണ്ട്. മറ്റേ നമ്മുടെ ഡബിൾ ടാപ്പ് ചെയ്യാൻ നോക്കിയോ? ഏതവേ ഇവൻ ഇന്നാണ് ബ്ലോഗ് കാണിക്കുന്നത്. നമ്മൾ മറ്റേ അജുവിന്റെ അക്കൗണ്ടിൽ കയറി നോക്കിയാണെങ്കിൽ നമ്മുടെ കുറെ റീൽസ് ഉണ്ടോ? ഈ പോയിന്റ് 1000 ലൈക്കില്ല, പക്ഷെ വ്യൂ ഉണ്ട്. നമ്മുടെ വ്യൂ ആവും ഒരു ദിവസം. നമ്മളിവിടെ പ്രൊമോഷൻസ് ചെയ്യുന്നുണ്ട്. പെയ്ഡ് പ്രൊമോഷൻസ് അല്ലേ? അജിന്റെ അക്കൗണ്ടിക്ക് കാശ് ഇട്ടാ മതി. ഇതൊക്കെ ഇതില് പ്രൊമോഷൻ നമ്മള് റെക്കോർഡ് ചെയ്യുന്നില്ല. ബൈക്കേഴ്സ് നിങ്ങൾ കണ്ടുണ്ടാവില്ല, പക്ഷെ ഇവിടെ ഈ സമയമൊക്കെ ആകുമ്പോ കുറെ ബൈക്കേഴ്സ് ഇറങ്ങും. ഗൈസ്, ഇവിടുത്തെ ബൈക്കേഴ്സിന്റെ ബൈക്ക് ഓടിക്കാൻ അറിയില്ല. ഇതൊക്കെ നമ്മുടെ കിട്ടുന്നായിരുന്നു. അതെ, പക്ഷെ ഇവിടത്തെ ബൈക്ക് നമ്മുടെ കൈ കിട്ടുന്നുണ്ടെങ്കിൽ കൊറേ പടിയുണ്ട്. നിനക്ക് നാട്ടിൽ ലൈസൻസ് 17 വയസ്സിലാണ് കാര്യം ലൈസൻസ് എടുത്താറുണ്ട്. അവിടെ പിന്നെ ഒന്നും അറിയുന്ന പോലും ഇല്ല. എന്റെ മുഖത്തിന് ട്രാക്ക് ചെയ്യണേ, എന്റെ മുഖത്തേക്ക് വരണേ. ആറ്റിറ്റ്യൂഡ് കിങ്. സിഗ്മ മെയിലാ കാര്യം. ഇപ്പൊ ജിമ്മെത്തി. മുമ്പ് പറയാറുള്ള പോലെ തന്നെ ജിമ്മിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ക്യാമറ ഇങ്ങനെയൊക്കെ ഫോൺ നോക്കി ഇങ്ങനെ ക്യാമറ നോക്കിയിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ അറിയില്ല, പേടിയാ. ഞാൻ ചെറിയ രീതിയിൽ തേങ്ങ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ ചെറിയ രീതിയിലൊരു ഇൻവെർട്ടറാണ്. ചെറിയ രീതിയിലല്ല, അത്യാവശ്യം വലിയ രീതിയിലൊരു ഇൻട്രോവേർട്ടാണ് ഞാൻ. എനിക്ക് ഇങ്ങനെ ആൾക്കാർ മുന്നിൽ വെച്ചിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഈ കാര്യത്തിലൊക്കെ ഗൂഗിളിൽ പക്ക കേട്ടോ. അപ്പോൾ ആകുമ്പോൾ ഇനി നമുക്ക് 3 സെറ്റ് പുള്ളപ്പ് അടിക്കാം, 2 സെറ്റ് ഡിപ്പ് അടിക്കാം. ഓക്കെ, ആൾക്കാരുണ്ട്. ആൾക്കാരുടെ ഇടയിലേക്ക് വീഡിയോ എടുക്കാൻ പറ്റണേ ഇല്ലൊക്കെ ഭയങ്കര പേടി.
ഏടാ അപ്പോൾ പഠിക്കാൻ ഗോകുൽ പുള്ളപ്പ് പഠിക്കാൻ പോട്ടാ. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും അടിപൊളി പുള്ളപ്പ് ഗോകുലിൻ്റെ ഒപ്പം. പണ്ട് പാച്ചൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ പാച്ചില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഏറ്റവും അടിപൊളി അടി ഗോകുലിൻ്റെ. എന്താ കൈയൊക്കെ ഇട്ട് കൊട്ടയ്ക്കണം. സീൻ തന്നെ. ഈ പൊള്ളിയാ ഈ രാവിലെ വെച്ചാൽ മുടി അങ്ങോട്ട് ശരിയാവില്ല. പിന്നെ ക്യാമറയുടെ ഇതൊക്കെ ഞാൻ പഠിച്ചു തരുന്നുള്ളൂ. കുറേ പഠിക്കണം. ഞാനിങ്ങനെ അങ്ങനെ ക്യാമറ ഉപയോഗിക്കാത്ത ആളാണ്. വന്നു മാസം വ്ളോഗിൽ കയറി തരിക. ഇനി നമുക്ക് ഡിപ്പടിക്കാം. ഡിപ്പടിച്ചിട്ട് കാണാം. ഞങ്ങൾ ഇൻട്രോവേർട്ടോ. ഞങ്ങൾ ഉപയോഗിക്കേണ്ട സാധനം വേറെ ആൾ വന്ന് എടുത്ത് അതിപ്പോൾ അവനോട് എങ്ങനെ പോയി പറയുക. നമ്മുടെ ജിംബടി കേട്ടോ. ജിമ്പത്തെ മച്ചാനാണത്. രാവിലെ ആയതുകൊണ്ട് ചുണ്ടൊക്കെ ഇട്ട് വെള്ളം കുഴപ്പമില്ല. അപ്പോൾ അടുത്ത വർക്കൗട്ട് ചെയ്യട്ടെ. ഇന്ന് പൊതുവെ ഉള്ളതിനേക്കാളും കൂടുതൽ ബിസിയാണ്. ഇന്ന് സാധാരണത്തെക്കാളും ബിസിയാന്ന് പറയാം. നിറച്ച ആൾക്കാരാ. അല്ലെങ്കിൽ ഇത്രയധികം ആൾക്കാരൊന്നും ഉണ്ടാവാറില്ല. ഞാൻ വ്ളോഗ് എല്ലാവർക്കും വ്ളോഗ് ചെയ്യണം. അതെ, തിങ്കളാഴ്ച ആയോണ്ടാ എല്ലാവരും ഭയങ്കര എല്ലാവരും സ്റ്റാർട്ട് ചെയ്യാം. തിങ്കളാഴ്ച ഇട്ട് ഞാൻ പൊളിക്കുന്നല്ലേ. അതെ, ഞങ്ങളും തിങ്കളാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ. നാളെ മുതൽ ആരും ഉണ്ടാവില്ല എവിടെ. എന്തായാലും നമ്മളുണ്ടാവുന്ന അറിയാം. ആന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ മരിച്ചേണ്ടി മനുഷ്യന്മാരല്ലേ മരിച്ചില്ലേ. ഉച്ചയൊക്കെ മരിച്ച് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നു. എൻ്റെ പണ്ട് എൻ്റെ മുടി ഇത് വരണ്ടായിരുന്നു. ഞാൻ ഒരു ദിവസം പോയിട്ട് ബസ് കട്ട് അടിച്ചു. അതിൻ്റെ ശേഷം മുടി കണ്ട് വളർന്നില്ല. സാധാരണ മുടി വളരാത്തപ്പോൾ മുട്ട അടിച്ചാൽ മതി എന്നാ അറിയാം. നല്ല മുടി ഉണ്ടായിരുന്നപ്പോൾ പോയി മുട്ട അടിച്ചാൽ വരും. പയ്യെ വരും. നമുക്കിന്ന് കോളേജിൽ പോകണം. വൈകുന്നേരം എത്ര 6 മണി 7 മണിക്ക് കോളേജിൽ പോകണം. പറ്റുകയാണെങ്കിൽ എടുക്കാം. കോളേജാണ്, പുറത്തെ ആൾക്കാരല്ലേ. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വർക്കൗട്ടും കഴിഞ്ഞ് ഫൈനലി ഇപ്പൊ തണുപ്പൊക്കെ ഒന്ന് മാറി, ഉഷാറായി. എന്താ ഹായ് ആകാശത്ത് മഞ്ഞ പ്ലെയിൻ കാണണ്ടോന്ന് ചോദിച്ചാ എവിടെ നിന്ന് കാണിച്ചു ഞാൻ കണ്ണിക്ക് സൂര്യ അടിക്കണേ. അത് മഞ്ഞില്ല. ഞാൻ പ്ലെയിൻ്റെ ഈ മഞ്ഞ വണ്ടിക്ക് മുമ്പ് ഇടി വന്ന കേട്ടോ. ഈ കളി നിങ്ങൾക്ക് ആരെങ്കിലും അറിയണമെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ വെള്ളവണ്ടി പൊട്ടിക്കോ. അധികം വൈകാതെ നമ്മുടെ ഫാമിലിക്ക് ഒരു 5 സീരീസ് വരും ഗൈസ്. അല്ലേ വരില്ലേ? ഗൂഗിള് പൊളിക്കും. തേങ്ങ അങ്ങനെ. ഈ വർക്കൗട്ടൊക്കെ രാവിലെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു രസമില്ല കേട്ടോ. ജിമ്മിന്നൊക്കെ ഇറങ്ങിയിട്ട് ഫോട്ടോഷൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ ഇറക്കാൻ പോകാം. പച്ചപ്പരവതായി ബേസിക്കലി ഇവർ രണ്ടുപേരും ഫോട്ടോഷൂട്ടിലാണ് കേട്ടോ. അപ്പൊ നമ്മളെന്ത് ഫോട്ടോഷൂട്ട് നല്ല നമ്പർമാര് അല്ല.
ഇവനെ നമ്പിയാ ഞങ്ങളൊക്കെ ഇങ്ങനെ ആയത്. പിന്നെ നീ പൊള്ളിയല്ലടാ. ആ നമ്മളങ്ങനെ ഫൈനലി പോർട്രേറ്റ് എത്തിയിരിക്കുകയാണ്. ഹായ് ഏ പട്ടി. ആ ദൂരെ നിങ്ങൾ കാണുന്നുണ്ടോ? ഇവിടെ ആ 2 കുറ്റി പോലെ സാധനം കണ്ട, ഒരു കുറ്റിക്കപ്പൽ. അത് മണ്ണ് പറഞ്ഞ കപ്പലാണ്. അറിയാം അത് സാധനമാണ്. ഇങ്ങനെ സാധനം കണ്ടിട്ടില്ലെങ്കിൽ കണ്ടാ അത് മണ്ണ് വരും. ഏതാ മൂട് ഇതൊക്കെ മണ്ണ് വാരിക്കൊണ്ടിരിക്കടാ. ആ എന്ത് ഈ അല്ലേ ചോദിച്ചു എൻ്റെ അടുത്ത് എന്തിനാ മണ്ണ് വാറുന്ന സാധനം ഇവിടെ കൊണ്ടുവന്നിട്ടേക്കണേന്ന്. സോറി അതെ ഞാൻ ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതെ 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 ഇത് നിറയെ ഏതാ പൂച്ച സാർ. ആ ഇത് ഈ പോർഷെ ഞങ്ങളുടെ മൊയിലാളിയുടെ ഒരു വണ്ടിയാണ്. പോയി ആ അതല്ല മണല് വരുന്ന സാധനം. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി സമ്മർ ആയല്ലോ, മറ്റേ ക്രൂസ് ഷിപ്പ് അതൊക്കെ വരില്ലേ. ആ അപ്പൊ അതിന്റെ അങ്ങനെ ഇതാണ് ഫൈനലി ഇതാണ് ഗോകുൽ താമസിക്കുന്ന ഓന്റെ അപ്പാർട്ട്മെന്റ്. ഇത് ഗോകുലിന്റെ അപ്പാർട്ട്മെന്റ്. ഗോകുലിന്റെ വ്യൂ നോക്ക് ഗൈസ്. ഓ മൈ ഡേയ്സ്. വാവ് ലവ്ലി. I wake up to this view. ഒരു 50,000 പൗണ്ട്. ഇവിടെ നോക്കുമ്പോ പുല്ല് മാത്രമാണുള്ളൂ. നിങ്ങൾ നേരിട്ട് വന്ന് കാണണം. ഞാൻ ചില്ല ഏതാ മൂഡ്. പോർട്രേറ്റ് ഈസ് ആക്ച്വലി റിച്ച് പീപ്പിൾ സ്ഥലം. എന്താ ഈ വലിയ പണ്ട് കുറെ പണിയെടുത്ത് പൈസ ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് പിന്നെ ചെലവാക്കാൻ നിൽക്കുന്ന സ്ഥലമാണ് പോർട്രേറ്റ്. കാരവൻ അവിടെ 2 കാരവൻ ഉണ്ട്. പിന്നെ അതൊക്കെ അടിപൊളി അപ്പാർട്ട്മെന്റ്സ് ആണ്. 8 കോടി രൂപ ഉണ്ടെങ്കിൽ നല്ലൊരു വീടുകളില്ല. 8 കോടി രൂപ 8 ഓണക്കോടി. അപ്പോ ബൈ ബൈ ഗൂഗിൾ. ബൈ. ഗൂഗിളിനെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണാം. ഞാൻ വൈകിട്ട് വരും, പേടിക്കണ്ട. ഓക്കെ ഇറങ്ങി പോകുന്നു വേഗം. ഫോണാണ് മറ്റേ ഫുഡൊക്കെ പ്രോട്ടീൻ മീൽ. ആരാണ് പ്രോട്ടീൻ മീൽ നല്ല പോലെ പറഞ്ഞാ. ഓക്കെ അപ്പൊ തുറക്കാൻ ബൈ ബൈ. ഒന്ന് പോവോ? ആ ശരി വെച്ചിട്ട് പോയായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഇന്നത്തെ ഫസ്റ്റ് പരിപാടി കഴിഞ്ഞു ജിമ്മ്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഓഫ് കോഴ്സ് കോൺഫ്ലെക്സ് തന്നെയാണ്. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയല്ലേ നമുക്ക് കഴിക്കാം. വിചാരിക്കണ ഞാൻ എന്താ വീട് കാണിക്കാതെ. വീട് ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടില്ല. ദോശ ഫസ്റ്റ് ഓഫ് ഓൾ കൈ കഴുകിയ കട്ട് ചെയ്ത്. പിന്നെ ഇന്നറിയാത്ത പുതിയ ആൾക്കാർ ആരെങ്കിലും ഈ വീഡിയോ കാണിച്ചെങ്കിൽ അപ്പോൾ യൂട്യൂബിൽ കമൻറ്റ് ഇട്ടിട്ടാ. അപ്പോൾ അറിയാലോ ഇന്നറിയാത്ത ആൾക്കാരെ കാണുന്നുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. ഒരു കമൻറ്റ് വെറുതെ ഹായ് നറ്റാൽ മതി, എന്നാലും കുഴപ്പമില്ല. ഹായിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമോജി എന്തെങ്കിലും ഇട്ടാൽ മതി, ഒരു വിഷയമില്ല. ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ അതും പറഞ്ഞോ, കുഴപ്പമില്ല. എന്തെങ്കിലും ഇട്ടാൽ മതി. എന്നെ അറിയാത്ത ആരും കാണുന്നത് പറഞ്ഞാൽ മതി. സോ കോൺഫ്ലെക്സ് റെഡി. ഇനിയിപ്പോൾ ഇപ്പോഴത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പരിപാടി നമ്മൾ കോൺഫ്ലെക്സ് ടേസ്റ്റ് ചെയ്യാത്ത കോൺഫ്ലെക്സാണ്. ഒരു രസമില്ല. ഇപ്പോൾ സമയം 12 കാണ്ട ഇതാണ്. ഇതാ കണ്ടോ, ഇപ്പോൾ സമയം 12:37. ഇനി ഇത് കഴിഞ്ഞാൽ ഒന്നിനെ റെസ്റ്റ് എടുക്കും, ചിലപ്പോൾ റെസ്റ്റ് എടുക്കുമ്പോൾ ഉറങ്ങിപ്പോകും. എന്നിട്ട്
അല്ല അത് കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ കുളിക്കാൻ പോകും. ഇത് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കും. റെസ്റ്റ് എടുത്തിട്ട് 3 മണിയാകുമ്പോൾ ഒരു പരിപാടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 6 മണിക്ക് കോളേജിന് ഞാൻ പറ്റുകയാണെങ്കിൽ വീഡിയോ എടുക്കാം. എന്തായാലും കോളേജിൽ പുറമൊക്കെ ഞാൻ കാണിച്ചിട്ടാണ്. ക്ലാസ്സിൽ കേട്ട് പറ്റുകയാണെങ്കിൽ വീഡിയോ എടുക്കാം. ഞാൻ എന്താ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ എന്താ പറയുക, ഞാനത് കഴിക്കണിട്ടൊന്നും ചെയ്യാതല്ലോ. അപ്പോൾ കാണാം. ടാറ്റാ. ശരിക്കും കോട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല, പക്ഷെ എന്നാലും എനിക്ക് എന്താ കോട്ടിട്ട് കഴിഞ്ഞാൽ കോൺഫിഡൻസാണ്. അതുകൊണ്ട് ഞാൻ കോട്ടിടുന്നു. പിന്നെ ആദ്യമായിട്ട് ക്യാമറ ഒക്കെ തൂക്കി നടക്കണം. അതിനൊരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഇനിയിപ്പോൾ കാണിച്ചു തരാം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇവിടെ തൊട്ടപ്പുറത്തൊരു മെക്കാനിക്ക് ഉണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തു. ഡിഫൻഡർ മറ്റേ വലിയ സാധനം IS200 പേടെ വണ്ടിയാണ്. പിന്നെ അതാ M3 നമ്മൾ അറിയാൻ നല്ല വണ്ടി കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഇത് E92 M3, ഇത് IS200. ഇപ്പോൾ ക്ലാസ്സിലെത്തി ഞാൻ ചോദിച്ചിട്ടില്ല ഇതുവരെ. ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ല, ചോദിക്കാതിരുന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ വെറുതെ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. വണ്ടികൾ 5 വണ്ടികളുണ്ട്. അതിലിപ്പോൾ ഞാൻ ആ ചുവന്ന കളർ പോളോ, ഒരു മിനി കൂപ്പർ, അതാ പോളോ. ഈ പോളത്തെ ബോൾ ജോയിൻറ്റ് അയച്ചു. കുറച്ച് പണിയായിരുന്നു എങ്കിലും നമ്മൾ കഷ്ടപ്പെട്ടാണെങ്കിലും അയച്ചു. Do you want to be in the vlog? Do you want to be in the vlog? Is that the vlog? Yeah. Calm down. It's a sheriff vlog. My second vlog. First one was okay. നമ്മുടെ ക്ലാസ് അങ്ങനെ ഫൈനലി കഴിഞ്ഞു. കണ്ടില്ലേ, ഇരുട്ടായി. ഇപ്പോൾ സമയം 9:05. നാട്ടിലൊക്കെ 9 മണിയാകുമ്പോൾ എന്താ പറയുക, ഇതിനെക്കാട്ടിയും ഡാർക്കായി ഉണ്ടാവും. പക്ഷേ ഇവിടെ ഇപ്പോഴുള്ള സൺസെറ്റ്. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ സണ്ണ് ഇപ്പോഴേ സെറ്റാവില്ല. പറഞ്ഞാൽ മനസ്സിലായി ഞങ്ങൾക്ക്. ക്ലാസ് കഴിഞ്ഞ് ഇനി വ്ളോഗ് ചിലപ്പോൾ ഞാൻ ഇവിടെ വെച്ച് അതിൻ്റെ ചെയ്യും. ഇങ്ങനെ ക്ലാസ് കഴിഞ്ഞു, ഒക്കെ സെറ്റാണ്, ഒന്നും പറയാനില്ല. അടിപൊളി ക്ലാസ്. നമ്മുടെ ആശാൻ പൊളിയാണ്. ആശാൻ ഭയങ്കര ചില്ലായിട്ടുള്ള ആശാനാണ്. വേണമെങ്കിൽ പഠിച്ചോ, വേണമെങ്കിൽ പഠിക്കണ്ട എന്നുള്ള രീതിയാണ് വെച്ചാൽ എന്ത് വേണേലും ചെയ്യാം ക്ലാസ് ഇരുന്നിട്ട്. അപ്പം ഞാൻ ഇനി സ്ഥലം വരെ പോകാണ്ട്, ആ സ്ഥലം കഴിഞ്ഞിട്ട് ഞാൻ എന്താണ് ചിലപ്പോൾ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യും, ഇല്ലെങ്കിൽ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്.